നമസ്കാരം. ഞാൻ പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലെ മൂത്രസംബന്ധമായ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ വളരെ സാധാരണമായി കാണുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രായത്തിൽ യൂറിനിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ പനി വന്നിട്ടുണ്ട്, ഛർദിൽ, വയറുവേദനയൊക്കെ വന്നേക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കുഞ്ഞുങ്ങൾ സ്കൂളിൽ തുടങ്ങുമ്പോഴാണ് അവർക്ക് ഇതുപോലെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അവർ സ്കൂളിൽ പോകുമ്പോൾ ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ബാത്റൂം യൂസ് ചെയ്യാനുള്ള മടി കാണിക്കുന്നു. എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ, പ്ലേ സ്കൂൾ, അംഗൻവാടിയോ പ്ലേ സ്കൂളിലോ പോയി തുടങ്ങുമ്പോൾ അവിടെ ടീച്ചർമാർ അവരെ ഒരുമിച്ച് ഇരുത്തി ആഹാരം കഴിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് വലിയ സ്കൂളിലേക്ക് പോയി LKG UKG 1ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ അവർക്കൊരു മടി വരും. ബാക്കി ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകുന്നു, അല്ലെങ്കിൽ ടീച്ചർ എന്ത് വിചാരിക്കും, ഇടയ്ക്കിടയ്ക്ക് ശരിക്കും ബാത്റൂമിൽ പോകാനാണോ അതേ കറങ്ങി നടക്കാനുള്ള എക്സ്ക്യൂസ് ആണോ എന്നൊക്കെ സംശയം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. ബാത്റൂമിൽ പോകുമ്പോൾ വലിയ കുഞ്ഞുങ്ങൾ വരുന്നു, അപ്പോൾ ഇവർക്ക് ബാത്റൂം യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ആയിരിക്കില്ല, അതിൻ്റെ സ്മെല്ല് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ വെള്ളം ഒഴിക്കാൻ കാണൂല. അപ്പം അങ്ങനെ പല പല കാരണമുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല, എന്തുകൊണ്ട് ബ്രേക്ക് ടൈമിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല എന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ച് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാനായിട്ട് അവർക്ക് വല്ല സജഷൻസും കൊടുക്കുക ആയിരിക്കും നല്ലത്. പിന്നെ ഈ 4-5 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് കളിക്കണം എന്ന് പറഞ്ഞാണ് അവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ. അപ്പോൾ അവർ ബാക്കി കാര്യങ്ങളിലെല്ലാം സമയം ചുരുക്കാനുള്ള പരിപാടി നോക്കും. അപ്പോൾ ടോയ്ലറ്റിൽ പോയാലും പെട്ടെന്ന് മൂത്രമൊഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ കുറേ നേരം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഒരു നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ മുട്ടി യൂറിൻ ലീക്കാവും എന്ന പരുവമാവുമ്പോഴാണ് അവർ ഓടിപ്പോയി ബാത്റൂമിൽ മൂത്രമൊഴിച്ചിട്ട് ഓടി തിരിച്ചു വരുന്നത് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ശീലം നമ്മൾ പതുക്കനെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റണം. കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു കൂടി വന്നാൽ 2-2.5 മണിക്കൂർ ഇടവിട്ട് അവരെ ഓർമ്മിപ്പിച്ച് ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യാൻ ഓർമ്മിപ്പിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പൂർണ്ണമായി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടേ തിരിച്ചു വരാവൂ എന്ന് ഉറപ്പിച്ച് ഇരിക്കണം. അത് ശീലം അങ്ങനെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, യൂറിൻ ഫുൾ എംപ്റ്റി ആയില്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ ബാക്കി യൂറിൻ കടന്നാൽ അതിൽ അണുക്കൾ വളർന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ വയറുവേദന, പനി, ഛർദിൽ, മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും കരച്ചിലും ഒക്കെ കാണുന്നത്. പിന്നെ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ആഹാരത്തിൽ പുതിയ ആഹാരങ്ങൾ വേണം, അവരുടെ ഫ്രണ്ട്സ് കഴിക്കുന്നത് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു പ്രായമാണ്. ഇന്നത്തെ കാലത്ത് അൺഹെൽത്തി ഫുഡ് കുറേ അവൈലബിൾ ആണ്. ബിസ്ക്കറ്റ്, ബേക്കറി പ്രോഡക്ട്സ്, മിഠായികൾ, അങ്ങനത്തെ പല പല ആഹാരങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കും. പക്ഷെ നമ്മൾ കെയർഫുള്ളായിട്ട് അവർക്ക് ഹെൽത്തി ഫുഡ്, ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കൊടുക്കണം. ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി, ഹെൽത്തി ഫൈബർ കണ്ടെയ്നിങ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കഴിക്കാനായിട്ട് എൻകറേജ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളുടെ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ അവർ ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഇപ്പോൾ കുഞ്ഞുങ്ങളിലെ വേറെ അസുഖങ്ങളെക്കുറിച്ച് വേറെ ഒരു ദിവസം സംസാരിക്കാം. നന്ദി.